മുസ്ലിമുകൾക്കിടയിലെ ഏറ്റവും സമുന്നതനായ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വക്കം മൗലവി എന്ന സുപ്രസിദ്ധനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടത്. 1873 തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിൽ വക്കം ഗ്രാമത്തിൽ ജനിച്ചു. 1904 അദ്ദേഹം സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. CP ഗോവിന്ദൻ പിള്ളയായിരുന്നു ആദ്യ പത്രാധിപർ. 5 തെങ്ങിൽ നിന്നാണ് പത്രം പ്രസിദ്ധീകരിക്കുന്നത്. 1906 കെ രാമകൃഷ്ണൻ പിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപത്യം ഏറ്റെടുത്തു. 1906 ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചു. മുസ്ലിം എന്ന വാർത്താ പത്രിക ആരംഭിച്ചു. 1910 രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് സർക്കാർ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും പ്രസ് കണ്ടുകെട്ടുകയും ചെയ്തു. മാപ്പ് പറഞ്ഞാൽ പ്രസ് തിരികെ നൽകാമെന്ന് അധികാരികൾ അറിയിച്ചു. പക്ഷേ മൗലവി വഴങ്ങിയില്ല. മുസ്ലിം വിദ്യാഭ്യാസ പരിഷ്കരണം സംബന്ധിച്ച് 1915 അദ്ദേഹം തിരുവിതാംകൂർ മഹാരാജാവിന് നിവേദനം നൽകി. 1918 അൽ ഇസ്ലാം എന്ന അറബി മലയാള മാസികയുടെ പ്രസിദ്ധീകരണം വഴി അറബി മലയാളം പ്രചരിപ്പിച്ചു. മുസ്ലിം സമുദായത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ ഇസ്ലാമിയ പ്രസിദ്ധീകരണാലയം സ്ഥാപിച്ചു. ഈ സ്ഥാപനത്തിന്റെ മുഖപത്രമായ ദീപിക മാസിക 1931 പ്രസിദ്ധീകരണം ആരംഭിച്ചു. 1931 ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചു. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം, മുസ്ലിം ഐക്യസംഘം എന്നീ സംഘടനകൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി. 1932 ഒക്ടോബർ 31 മൗലവി അന്തരിച്ചു.